ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ സമയത്തെ നമ്മുടെ യുദ്ധത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സൂറത്ത് തീൻ. തീൻ എന്ന് പറഞ്ഞാൽ അത്തി എന്നാണ് അർത്ഥം. അത്തിപ്പഴം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്തി. ഈ സൂറത്തിലാകെ 8 ആയത്തുകളാണുള്ളത്. മഹാനായ ഈ സൂറത്തിന്റെ പ്രത്യേകത, മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഖറഉ ഫീ സഫരിഹി ഫീ ഇഹ്ദാ റകഅതൈനി ബിത്തീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിൽ 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആ 2 റക്അത്തിലെ ഒരു റക്അത്തിൽ വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്ത് ഓതൽ പതിവായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രമുഖനായ സഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, ഫമാ സമീഅതു അഹദൻ അഹ്സന സൗതൻ. ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുന്ദരമായ നിലയിൽ ഈ സൂറത്ത് പാരായണം ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. അത്ര മനോഹരമായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുകയും അവിടുന്ന് യാത്രയിൽ ആദ്യത്തെ റക്അത്തിൽ ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ് വെച്ച, സ്നേഹം വെച്ച സൂറത്താണ്. അതുകൊണ്ട് ഈ സൂറത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, നമ്മളും പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ സത്യം ചെയ്യുകയാണ് ആമുഖത്തിൽ. ഇത് 3 പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്നു എന്നാണ് മുഫസ്സിരീങ്ങളായ ബഹുഭൂരിഭാഗം ആളുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത്തത് വത്തീനി വസ്സൈത്തൂൻ, അത്തിമരത്തെ തന്നെയാണ് സത്യം. അതുപോലെ തന്നെ സൈത്തിനെ, ഒലിവിനെ തന്നെയാണ് സത്യം. അത്തിയും ഒലിവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്നാണ്. കാരണം അത് ബൈത്തുൽ മുഖദ്ദസിലാണ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. അത്തിയുടെ നാടാണ്, സൈത്തിന്റെ നാടാണ്. അല്ലാഹു ഈ 2 ഫലങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് സത്യം ചെയ്തത്, വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, വലിയ നിരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഉദരസംബന്ധമായ ഒരുപിടി രോഗങ്ങൾക്ക് ശിഫയാണ് ഈ പറയപ്പെട്ട 2, അഥവാ ഒലിവെണ്ണയും അതുപോലെ അത്തിപ്പഴവും. ഇത് 2 ഉദരരോഗങ്ങൾക്ക്, ഒരുപാട് ഉദരരോഗങ്ങൾക്ക് ശമനമാണ് എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അറബികളുടെ ഇഷ്ടവിഭവമാണ്. ഒലിവെണ്ണയില്ലാതെ, ഒലിവെണ്ണ ഉപയോഗിക്കാതെ ഒരു പരിപാടിയില്ല. അതുപോലെ തന്നെ അത്തിപ്പഴം. നമ്മുടെയൊക്കെ നാട്ടിൽ അത്തിപ്പഴം എന്ന് പറഞ്ഞിട്ട്, ഇത് അത്തിയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മളൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അത് അത്തിപ്പഴം തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും സാധനമാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഇത് കൃഷി ചെയ്യുന്നത് ഫലസ്തീനിലാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ നാടിലാണ്. ആ നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, വ്യാഖ്യാതാക്കൾ പറയുന്നു, ഈ 2 ഫലങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തത്
മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൂചിപ്പിക്കുകയാണെന്നാണ്. രണ്ടാമത്തതോ വത്തൂരി സീനീൻ, സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം. തൂര് സീന, അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ ബിൻ ഇമ്രാൻ ബിൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബന്ധപ്പെടുത്തിയാണ് തൂര് സീനായെ അള്ളാഹു എടുത്തു പറഞ്ഞത് എന്നാണ്. മൂന്നാമത്തത് വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായ ഈ മക്ക നഗരത്തെ തന്നെയാണ് സത്യം. മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മക്കയിൽ നിന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉലുൽ അസ്മുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രവാചകന്മാരെ അനുസ്മരിക്കലാണ് ഈ 3 ആയത്തുകളിലൂടെയുള്ള ലക്ഷ്യം എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞു മനസ്സിലാക്കി തരും. അത്തിമരത്തെ തന്നെയാണ് സത്യം, ഒലിവിനെ തന്നെയാണ് സത്യം, സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായ ഈ മക്ക നഗരത്തെ തന്നെയാണ് സത്യം. 3 ആയത്തുകളിൽ 3 തരത്തിലുള്ള സത്യം അള്ളാഹു ചെയ്തിട്ട് എന്താ അള്ളാഹ് പറഞ്ഞത്? സാധാരണ നമ്മുടെ ഖുർആനകത്ത് പലയിടങ്ങളിൽ കാണാൻ കഴിയും. വശംസി, സൂര്യനെ തന്നെയാണ് സത്യം, വൽ ഖമരി, ചന്ദ്രനെ തന്നെയാണ് സത്യം, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇങ്ങനെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ടിട്ട് ചില കാര്യങ്ങൾ അള്ളാഹു പ്രാധാന്യത്തോടുകൂടി പറയുന്നുണ്ട്. അതിലൊന്നാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ നാം സുന്ദരമായ ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും സുന്ദരമായ ഘടന. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ കോടാനുകോടിയാണ്. കടലിലും കരയിലും അതുപോലെ തന്നെ പർവ്വതങ്ങളിലും കൊടുമുടികളിലും എന്ന് വേണ്ട, ഭൂമി എവിടൊക്കെ വിസ്തൃതമായി കിടക്കുന്നോ അവിടങ്ങളിലൊക്കെ, സമുദ്രം എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളുണ്ട്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ മനോഹരമായ സൃഷ്ടി എന്ന് പറഞ്ഞത് അത് മനുഷ്യനെ പറ്റിയാണ്. ഈ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും സുന്ദരമായ മികവുറ്റ ഘടനയിലാണ്. സുന്ദരിമാർ. അള്ളാഹു എത്ര സുന്ദരന്മാരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്, എത്ര സുന്ദരിമാരായിട്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഈ സുന്ദരമായ ഘടനയോടുകൂടി സൃഷ്ടിച്ച ഈ മനുഷ്യനിൽ അള്ളാഹു പിന്നീട് അദബന്മാരാക്കി അള്ളാഹു മടക്കുകയുണ്ടായി. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പതിതനാക്കി, അദമനാക്കി, നിസ്സാരമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കുകയുണ്ടായി. അതാരെയാണ്? ആരൊഴിച്ചാണ്? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് അള്ളാഹു അദമന്മാരാക്കി, പതിതരാക്കി മാറ്റിയവർ ഇതിൽ നിന്ന് ഒഴിവാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരുമൊഴികെ, സൽക്കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ, ബാക്കിയുള്ളവരെയൊക്കെ അള്ളാഹു പതിതരാക്കി, അദമന്മാരാക്കി മാറ്റിക്കളഞ്ഞു. ഇക്കൂട്ടർക്കോ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് അറുതിയില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ആർക്ക്? ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും വിശ്വാസത്തെ ദൃഢീകരിക്കുകയും അതിൽ നിന്നിട്ട്
സ്വാലിഹായ നല്ല കർമ്മങ്ങൾ, മരിക്കുന്ന സമയം വരെ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ എവിടെയാണോ ഉള്ളത് അവിടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് മുറിയാത്ത വണ്ണമായ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകും. فما يكذبك بعد بالدين. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, എന്നിട്ട് നബിയെ, രക്ഷാശിക്ഷകളുടെ കാര്യത്തിൽ താങ്കളെ ഇവർ എന്തിനാണ് കളവാക്കുന്നത്? താങ്കളെ എന്തിനാണ് ഇവർ കള്ള തള്ളിപ്പറയുന്നത്? നാളെ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയും ശിക്ഷയും ഉണ്ടാകും. രക്ഷപ്പെടുന്നവരുണ്ട്, ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്. ഇത് സത്യമായിരിക്കെ എന്തിനാണ് താങ്കളെ ഇവർ കളവാക്കുന്നത്? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അല്ലാഹു അല്ലയോ? അലൈസല്ലാഹു, അല്ലാഹു അല്ലയോ? ബിഅഹ്കമിൽ ഹാകിമീൻ, ഏറ്റവും നല്ല വിധികർത്താവ്, നീതിയുടെ വിധികർത്താവ്. അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയും അവരിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ത്യാഗോജ്ജലമായ ജീവിതം നയിക്കുകയും ചെയ്ത ആളുകളുടെ ഒരു നന്മ പോലും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല. നേരെ മറിച്ചോ അല്ലാഹു അവരുടെ തിന്മകളെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കും. സുബ്ഹാനല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫഇദാ ഖറഅ അഹദുകും വത്തീനി വസ്സൈതൂൻ, നിങ്ങൾ ആരെങ്കിലും വത്തീനി വസ്സൈതൂൻ എന്ന സൂറത്ത് അവസാനം വരെ പാരായണം ചെയ്യുകയും അവസാനം പാരായണം ചെയ്തതിന് ശേഷം ഫലിയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ബലാ വഅന അലാ ദാലിക മിനശ് ശാഹിദീൻ. ബലാ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹഖ്, അതാണ് അവസാനത്തെ ആയത്ത്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹഖീമീൻ, അല്ലാഹു ഏറ്റവും വലിയ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പൊ അതിന് നമ്മളെന്താണ് മറുപടി പറയുകയാണ്? ബലാ, അതേ അതേ, അല്ലാഹു ഏറ്റവും നല്ല വിധികർത്താവാണ്. തീരുന്നില്ല. വഅന അലാ ദാലിക മിനശ് ശാഹിദീൻ, ഞാനതിന് സാക്ഷിയാണ്, ഞാനത് സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ഈ സൂറത്ത് ഓതി അവസാനം എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം. ഇങ്ങനെ പറയുന്ന സുന്നത്താണ്. ശാഫിഈ മദ്ഹബിൽ ഇമാം മഅ്മൂം, ഇമാം ഇത് പാരായണം ചെയ്ത ഈ സൂറത്ത് പാരായണം ചെയ്താൽ അതിനുശേഷം പതുക്കെ പതുക്കെ ബലാ അന അലാ ദാലിക മിനശ് ശാഹിദീൻ, മഅ്മൂമീങ്ങളും അത് കേട്ടുകൊണ്ടിട്ട് അവരും അങ്ങനെ പറയണം, ബലാ അന അലാ ദാലിക മിനശ് ശാഹിദീൻ. ഹനഫി മദ്ഹബിലില്ല. ഹനഫി മദ്ഹബിൽ നമസ്കാരമല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണം, പറയുന്ന സുന്നത്താണ്. മനസ്സിലായോ? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹഖീം, അല്ലാഹു അഹ്കമിൽ, അല്ലാഹ് അല്ലയോ ഏറ്റവും നല്ല വിധികർത്താവ്? അതെ, അള്ളയാണ് ഏറ്റവും നല്ല വിധികർത്താവ്. വഅന അലാ ദാലിക മിനശ് ശാഹിദീൻ, ഞാൻ അതിന് സാക്ഷിയാണ്, ഞാൻ അതിന് സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയുമായിരുന്നു. അല്ലാഹു ഈ സൂറത്തിനെ സ്നേഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സൂറത്തിലെ പാരായണം ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തി, ഒറിജിനൽ അത്തി, ഡ്യൂപ്ലിക്കേറ്റ് അത്തിയല്ല, ഒറിജിനൽ അത്തിപ്പഴം, ബാസൂർ അഥവാ ഈ എന്താ പറയുക, ബാസൂർ, ഈ മൂലക്കുരു ഉള്ള രോഗങ്ങളുണ്ടല്ലോ, മൂലക്കുരു പോലുള്ള രോഗങ്ങൾ. ഇത് നിരന്തരം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുകയാണ് എങ്കിൽ ബാസൂർ പിടിവിടുകയില്ല എന്നതാണ്. മൂലക്കുരുവിൻ്റെ രോഗം അവർക്ക് പിടിവിടുകയില്ല. അതുപോലെ തന്നെ ഉദര സംബന്ധമായ ഒരുപിടി രോഗങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകും, അകന്നു പോകും.
അതുപോലെ തന്നെ ഒലിവെണ്ണ പതിവാക്കുകയാണ്. വലിയൊരു തേന് പോലെ വലിയൊരു ഔഷധമാണ് ഒലിവെണ്ണ എന്ന് പറയുന്നത്. നമുക്ക് ശീലമില്ല എന്ന് മാത്രമേ. ഒലിവെണ്ണ ഇച്ചിരി വില കൂടുതലാണ്. ഒറിജിനൽ കിട്ടാൻ ഇച്ചിരി വില കൊടുക്കണം, കൂടുതൽ വില കൊടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണ മാതിരിയല്ല. അതും നമ്മുടെ ഭക്ഷണത്തിൽ എവിടെയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിലൂടെയും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ ഒരുപിടി രോഗങ്ങൾക്ക് അതൊക്കെ മുക്തിയാണ്. അള്ളാഹ് ഖുർആനിൽ എടുത്തു പറഞ്ഞ ഔഷധങ്ങളാണ് അതൊക്കെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.